വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോബ് തൻ്റെ സുഹൃത്ത് ബിൽഹാദിൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകുന്നു. മനുഷ്യന് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന ദൈവത്തിൻ്റെ മഹത്വം അദ്ദേഹം വിശദീകരിക്കുന്നു. ദൈവം ശൂന്യത്തെ ഭൂമിയെ തൂക്കുന്നു, മൃതന്മാരുടെ ലോകം അവൻ്റെ കാഴ്ചയിൽ തുറന്നിരിക്കുന്നു. മേഘങ്ങൾ, സമുദ്രങ്ങൾ, ആകാശം എന്നിവയെല്ലാം അവൻ്റെ ശക്തികളുടെ തെളിവുകളാണെന്ന് ജോബ് പറയുന്നു. ഇവയൊക്കെയും ദൈവത്തിൻ്റെ വഴികളുടെ അതിരുകളാണ്. അവൻ്റെ ശക്തിയെ ആര് മനസ്സിലാക്കും? ഇത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ പരിധിയുള്ള ബോധത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ അദ്വിതീയതയും മഹത്വവും വ്യക്തമാക്കുന്നതാണ്. മനുഷ്യന് ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ലെന്നും സൃഷ്ടിയുടെ അത്ഭുതങ്ങൾ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നവയാണെന്നും തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നു. ജോബ് തൻ്റെ നിഷ്കളങ്കതയും നീതിയും ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു. തനിക്ക് ജീവനുള്ളിടത്തോളം ജോബ് തൻ്റെ ന്യായം ഉപേക്ഷിക്കില്ല എന്നും കപടതയുള്ളവരെ അനുകരിക്കില്ല എന്നും പറയുന്നു. അദ്ദേഹം ദുഷ്ടരുടെ വിധി വിശദീകരിക്കുന്നു. അവർക്ക് താൽക്കാലികമായ സമൃദ്ധി ഉണ്ടാകാം, പക്ഷേ അവരുടെ അന്ത്യം ദുഃഖകരമായിരിക്കും. ദൈവം ദുഷ്ടരെ ശിക്ഷിക്കും. അവരുടെ കുടുംബങ്ങൾ തകർന്നു പോകും, സമ്പത്ത് നഷ്ടപ്പെടും, ഭയവും നിന്ദയും അവരെ ചുറ്റും എന്നും അവന് ഉറപ്പുണ്ട്. നീതിയുള്ള ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതാണെന്നും താൽക്കാലിക സമൃദ്ധി ദുഷ്ടരെ രക്ഷിക്കില്ല എന്നും ദൈവം നീതിയുള്ളവനെ സംരക്ഷിച്ച് കപടവാദികളെ ശിക്ഷിക്കുമെന്നും ന്യായം ഉപേക്ഷിക്കാതെ ഉറച്ചു നിൽക്കുക എന്നതുമാണ് ജോബിൻ്റെ മാതൃകയായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അധരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയുമില്ല. ജോബ് 27 3-4 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.